ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. എഗ്ഗ് മുഗളായി മസാല റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മസാല പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, പിന്നെ ഒരു പട്ടട പീസ് 1/2 ടീസ്പൂണ് വലിയ ജീരകം, കുറച്ച് ഗ്രാമ്പു, 1 ടീസ്പൂൺ കുരുമുളക്, അതേപോലെ തന്നെ ഒരു 10 കാഷ്യൂ, 2 ഏലക്ക ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളകൊക്കെ നിങ്ങളുടെ അടുത്ത് പൊടിയാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു വലിയ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറുതാണെങ്കിൽ 2 ചേർത്ത് കൊടുക്കാം. പിന്നെ അതേപോലത്തെ എരിവിന് ആവശ്യമായിട്ടുള്ള 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് 3 ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1.5 ടീസ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മല്ലി ഇല്ലാച്ചെങ്കിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. 1.5 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, വെള്ളം ഇല്ലാണ്ട് തന്നെ നന്നായിട്ട് അരഞ്ഞു കിട്ടും. അപ്പോൾ ഇതാ വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ ഇതാ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതോടെ മാറ്റി വെക്കാം. ഇപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള മുട്ട എടുത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇതിനൊന്ന് 3-4 വരയിട്ട് കൊടുക്കാം, മസാലയൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കറി റെഡിയാക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. നെയ്യ് ഇഷ്ടമുള്ളവരാണെങ്കിൽ 1 ടീസ്പൂൺ എണ്ണയും 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ മുട്ടയൊക്കെ ഇവിടെ നന്നായിട്ട് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഒരുപാട് കരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കോരി മാറ്റിയതിന് ശേഷം അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മളിതാ ഒരു ബേ ലീഫും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ചെറുതായി ഒന്ന് മൂത്ത് വരുന്ന ഒരു സമയത്ത് 1 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മഞ്ഞൾപ്പൊടി ഒന്ന് നന്നായിട്ട് ഇതിൽ കടന്നിട്ട് എണ്ണയിലൊന്ന് മുരിഞ്ഞ് കിട്ടണം. പിന്നെ അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി ഇങ്ങനെ മുരിഞ്ഞ് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കറിക്ക്. ഇനി നമ്മൾ ഈ മസാല ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റായി വരണം. അതുവരെ അങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം. അതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായി മാറി വരാൻ തുടങ്ങും. അപ്പോൾ അതുവരെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കണ്ടോ, ഇത് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്, കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷ് ക്രീം ഇല്ലാച്ചെങ്കിൽ നിങ്ങൾക്ക് കാഷ്യൂ പേസ്റ്റ് ആക്കിയിട്ട് അത് ഒഴിച്ചു കൊടുത്താൽ മതി. ഇല്ലാച്ചെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ കട്ടിയുള്ളത് ചേർത്ത് കൊടുത്താലും മതി. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് എടുക്കുക കേട്ടോ. നന്നായി യോജിച്ച് വരണതിൽ ഇത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ മസാല റെഡിയാക്കുകയാണെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് മസാലയിൽ ഇളക്കി മിക്സാക്കി എടുക്കട്ടോ. മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് മുട്ടയിൽ പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് മുട്ട വരഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അത് നമ്മുടെ മുട്ടയിൽ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു അരപ്പ് അരച്ചിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു മിക്സറുടെ ജാറിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. 1 കപ്പാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ ഇത് 1.5 കപ്പ് വരെയൊക്കെ ഒഴിച്ചു കൊടുക്കുക. കറി ഒരുപാട് ലൂസാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുക വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം. അതിന് ശേഷം നമുക്ക് തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക കേട്ടോ. തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് കറി ഒന്ന് തിളച്ച് വരണം. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് തീ കുറച്ച് വെക്കാം. ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഇതിവിടെ ഇരുന്ന് നന്നായി കറി വെന്ത് വരണം. അപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട കുറുമ റെഡി ആയിട്ടുണ്ട്. മുട്ട മുഗളായി കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനും എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി കറിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.